പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഫെഡറൽ ബാങ്കിൽ ലഭ്യമായുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് സ്കീമുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ സെൽഫി അക്കൗണ്ട് അവൈലബിൾ ആണ്. ഡിജിറ്റൽ അക്കൗണ്ടാണ്. നമുക്കത് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. രണ്ടാമത്തേത് നമുക്ക് BSBDS സ്കീമിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ആണെങ്കിൽ അതും നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ BSBDS സ്കീം ആയതുകൊണ്ട് തന്നെ പേര് പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് സർവീസസ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു മാസം 4 ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമുക്ക് അത്തരം അക്കൗണ്ട് സ്കീമിൽ നടത്താനായിട്ട് സാധിക്കുക. BSBDS സ്കീമിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകൾ നമ്മൾ പെൻഷൻ റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് റിസീവ് ചെയ്യാൻ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ്. അല്ലാതെ ഡേ ടു ഡേ ബാങ്കിങ് ട്രാൻസാക്ഷന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് സ്കീമല്ല. ദെൻ ഫെഡറൽ ബാങ്കിൽ ലഭ്യമായിട്ടുള്ള എല്ലാ അക്കൗണ്ട് സ്കീമുകളും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് സ്കീമുകളാണ്. അതിൽ ഏറ്റവും കുറവ് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയൻ്റ് ആണ് ഡിലേറ്റ് അക്കൗണ്ട് വേരിയൻറ്റ്. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് വേരിയൻ്റ് ആണ്. എൻ്റെ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് വേരിയൻ്റ് ഒരു ഡിലേറ്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡിലേറ്റ് അക്കൗണ്ട് വേരിയൻറ്റ് വിശദമായിട്ട് പരിചയപ്പെടാം. എന്തൊക്കെയാണ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന സർവീസ് ചാർജുകൾ എന്തൊക്കെയാണ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. നിങ്ങൾ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട് സ്കീം ഏതാണ്, അതുപോലെ തന്നെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം ഈ ഒരു ഡിലേറ്റ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സെമി അർബൻ അതുപോലെ തന്നെ അർബൻ ഏരിയയിലുള്ള ബ്രാഞ്ചുകളിലാണ് ഈ ഒരു അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അർബൻ ഏരിയയിലുള്ള ബ്രാഞ്ചിലാണെങ്കിൽ 5000 രൂപയാണ് ഈ ഒരു അക്കൗണ്ടിൽ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ബ്രാഞ്ച് സെമി അർബൻ ഏരിയയിലുള്ളതാണെങ്കിൽ 3000 രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. മുൻപ് സെമി അർബൻ ഏരിയയിലാണെങ്കിലും അർബൻ ഏരിയയിലാണെങ്കിലും നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 3000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ 2025 നവംബർ 1 മുമ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവരാണെങ്കിൽ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അർബൻ ഏരിയയിലാണെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സമയത്ത് പറഞ്ഞ പോലെ 3000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്താൽ മതിയാകും. ഇനി ഒരു ബ്രാഞ്ച് ലൊക്കേഷൻ അനുസരിച്ച് കീപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന മിനിമം മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് കീപ്പ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നും എത്ര രൂപയുടെ കുറവാണ് സംഭവിച്ചത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കീപ്പ് ചെയ്യേണ്ട ആവറേജ് മന്ത്ലി ബാലൻസ് ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന ബ്രാഞ്ച് അർബൻ ഏരിയയിലാണെങ്കിൽ 5000 രൂപയും സെമി അർബൻ ഏരിയയിലാണെങ്കിൽ 3000 രൂപയുമാണ്. ഈ കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസിൽ നിന്നും 20% കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ 100 രൂപ പ്ലസ് GST, 20% മുകളിൽ 40% വരെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ 200 രൂപ പ്ലസ് GST, 40 മുതൽ 60% വരെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ 300 രൂപ പ്ലസ് GST, 60 മുതൽ 80% വരെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ 400 രൂപ പ്ലസ് GST. ഇനി കീപ്പ് ചെയ്യണ മന്ത്ലി ആവറേജ് ബാലൻസിൽ നിന്നും 80 മുതൽ 100% വരെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ 500 രൂപ പ്ലസ് GSTയുമാണ് പെനാൽറ്റി ചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരിക. സോ നിങ്ങൾ ഡിലേറ്റ് അക്കൗണ്ട് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ച് ലൊക്കേഷൻ അനുസരിച്ച് കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം. അതിപ്പോൾ നിങ്ങളിപ്പോൾ മാസത്തിൽ ഒരു ദിവസം ഈ പറഞ്ഞ ബാലൻസ് കീപ്പ് ചെയ്താൽ പോരാ. ഇത് മന്ത്ലി ആവറേജ് ബാലൻസ് ആണ്. എൻഡ് ഓഫ് ദ ഡേ ആ ഒരു മാസം എത്ര ദിവസം ഉണ്ടോ എല്ലാ ദിവസവും എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു 3000 രൂപ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആവറേജ് മന്ത്ലി ബാലൻസ് 3000 രൂപ എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. ഇനി സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഈ ഒരു കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജിൽ ഡിഫറൻസ് ഉണ്ട്. ഈ കാണുന്നതാണ് സീനിയർ സിറ്റിസൺസിന് ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് ഈ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഡിലീറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമുക്ക് 6 മാസം കൂടുമ്പോൾ 20 ചെക്ക് ലീവ്സ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. അതിന് മുകളിൽ നമുക്ക് ചെക്ക് ലീവ്സ് വേണമെങ്കിൽ മാത്രം നമ്മൾ ചാർജ് കൊടുത്താൽ മതിയാകും. ഒരു ലീവ്സിന് 2 രൂപ 50 പൈസയാണ് ചാർജ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇമെയിൽ അലർട്ട് സൗജന്യമാണ്, പക്ഷേ SMS അലർട്ട് ചാർജബിൾ ആണ്. ഒരു അലർട്ടിന് 50 പൈസയാണ് ഉണ്ടാക്കുന്നത്. അത് മണ്ടേറ്ററി ആയിട്ടുള്ള അലർട്ടിനല്ല, അത് കൂടാതെ വരുന്ന വാല്യൂ ആഡഡ് എക്സ്ട്രാ SMS-നാണ് 50 പൈസ പെർ SMS ചാർജ് ഈടാക്കുക. പിന്നെ ക്വാർട്ടർലി ഒരു ഫോളിയോ സൗജന്യമാണ്, എക്സ്ട്രാ വന്ന് കഴിഞ്ഞാൽ ചാർജബിൾ ആണ്. പിന്നെ ഇതിന് കൂടുതൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ക്രൗൺ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ്. അത് സൗജന്യമല്ല, ജോയിൻ ഫീസും ആനുവൽ ഫീസും ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ നിലവിലെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ജോയിൻ ഫീസും ആനുവൽ ഫീസും 350 രൂപ പ്ലസ് GST ആണ്. അതായത് 413 രൂപ ചാർജ് കൊടുക്കണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ജോയിൻ ഫീസായിട്ട് 413 രൂപ എടുക്കും. പിന്നെ ആ ഒരു ഡെബിറ്റ് കാർഡ് എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ കൂടി നമ്മൾ വർഷം 413 രൂപ അതിൻ്റെ ഒരു റിന്യൂവൽ ഫീസായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ റിന്യൂവൽ ഫീസ് നമുക്ക് വേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭ്യമാണ്. നമ്മൾ
ലാസ്റ്റ് 12 മന്തിൽ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ POS ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിന്യൂവൽ ഫീസ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും. ATM വഴിയുള്ള ക്യാഷ് വിഡ്രോവൽ പരിഗണിക്കുകയില്ല. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ POS ട്രാൻസാക്ഷനാണ് ഈ ഒരു ക്രൈറ്റീരിയയ്ക്ക് വേണ്ടി കൺസിഡർ ചെയ്യുക. ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 50,000 രൂപയാണ്. ഡെയിലി ഷോപ്പ് ലിമിറ്റ് 3 ലക്ഷം രൂപയാണ്. അങ്ങനെ ഡെയിലി മൊത്തം ലിമിറ്റ് വരുന്നത് 3.5 ലക്ഷം രൂപയാണ്. നമുക്ക് ഇതിനകത്തൊരു ചെറിയ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് വരുന്നുണ്ട്. നമ്മളുടെ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും നമ്മൾ POS ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ, അതായത് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് സ്വൈപ്പിംഗ് മെഷീൻ വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ 200 രൂപയ്ക്ക് നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. ഒരു റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ 25 പൈസയാണ്. നമുക്ക് കിട്ടുന്ന ഈ റിവാർഡ് പോയിന്റ് നമുക്ക് വൗച്ചേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ റീചാർജ് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. റിവാർഡ് പോയിന്റിന് ഒരു റിഡംഷൻ ചാർജ് വരുന്നുണ്ട്. ഓരോ റിഡംഷനും 99 രൂപ പ്ലസ് GST റിഡംഷൻ ചാർജ് ആപ്ലിക്കബിൾ ആണ്. ഇനി ATM റിലേറ്റഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിൻ്റെ ATM വഴി നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താം. അതിപ്പോൾ ക്യാഷ് വിഡ്രോവൽ പോലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നമുക്ക് അൺലിമിറ്റഡ് ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതൊരു പ്ലസ് പോയിന്റ് ആണ്. പല മുൻനിര ബാങ്കുകളാണെങ്കിൽ പോലും, ഇപ്പോൾ HDFC ബാങ്ക് ആണ് അല്ലെങ്കിൽ ആക്സിസ് ബാങ്ക് ആണെങ്കിൽ പോലും സ്വന്തം ബാങ്കിൻ്റെ ATM-ലും റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് സ്വന്തം ബാങ്കിൻ്റെ ATM-ൽ റെസ്ട്രിക്ഷൻ ഇല്ല. ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ ATM ആണെങ്കിൽ അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താം. അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ ഒരു മാസം നമുക്ക് 5 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 23 രൂപ പ്ലസ് GST, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 12 രൂപ പ്ലസ് GSTയും സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കും. ഇനി ഇന്റർനാഷണൽ ATM ആണെങ്കിൽ ക്യാഷ് വിഡ്രോവൽ പോലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 125 രൂപ പ്ലസ് GSTയും, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 25 രൂപ പ്ലസ് GSTയും ചാർജ് ഈടാക്കും. പിന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വരുന്ന ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് 3.5% പ്ലസ് GST ആണ് ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ. പിന്നെ ഡൈനാമിക് കറൻസി കൺവേർഷൻ ചാർജ് 1% പ്ലസ് GST ആണ്. ഇനി ഒരു ഫെഡറൽ ബാങ്കിന്റെ ഡിലേറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു പ്രധാനപ്പെട്ട സർവീസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ചാർജ് നമ്മൾ ബ്രാഞ്ച് വഴി നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വരുന്ന ചാർജാണ്. നമുക്ക് ഒരു മാസം 5 ട്രാൻസാക്ഷൻ, അതിനകത്ത് ഡെപ്പോസിറ്റും പെടും, അതുപോലെ തന്നെ വിഡ്രോവലും പെടും. ഇല്ലെങ്കിൽ 5 ലക്ഷം രൂപ അതുവരെയാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു മാസം 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട്, ഇല്ലെങ്കിൽ 5 ക്യാഷ് ട്രാൻസാക്ഷൻ, ഡെപ്പോസിറ്റ് പ്ലസ് വിഡ്രോവൽ. അപ്പോൾ ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ 1000 രൂപയ്ക്ക് 4 രൂപ, മിനിമം 100 രൂപ പ്ലസ് GST പെർ ട്രാൻസാക്ഷന് ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ഈടാക്കും. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജ് ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ആണ്. നമ്മൾ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ, ഇല്ലെങ്കിൽ POS ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അക്കൗണ്ടിൽ ഫണ്ട് കുറവ് മൂലം നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ഈടാക്കും. ഓരോ ട്രാൻസാക്ഷനും 25 രൂപ പ്ലസ് GST ആണ് ചാർജ് ഈടാക്കുക. ATM ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതർ ബാങ്കിൻ്റെ ATM-ലാണെങ്കിലാണ് ഈ ഒരു ചാർജ് ഈടാക്കുന്നത്. അതർ ബാങ്കിൻ്റെ ATM-ൽ നമുക്ക് ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റ് അവൈലബിൾ ആണെങ്കിലും ഈ ഒരു ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ഈടാക്കും. ഇനി ഫെഡ് മൊബൈൽ ആപ്പ് വഴിയുള്ള ട്രാൻസാക്ഷൻ, ഇൻട്രാ ബാങ്ക് ട്രാൻസാക്ഷൻ ആണെങ്കിലും ഇന്റർ ബാങ്ക് NEFT RTGS ട്രാൻസാക്ഷൻ ആണെങ്കിലും സൗജന്യമാണ്. IMPS ട്രാൻസാക്ഷൻ ചാർജബിൾ ആണ്. IMPS ഫണ്ട് ട്രാൻസ്ഫർ ചാർജ് അപ് ടു 1000 രൂപ വരെ 2 രൂപ പ്ലസ് GSTയും, 1000 രൂപയ്ക്ക് മുകളിൽ 25,000 രൂപ വരെ 5 രൂപ പ്ലസ് GSTയും, 25,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ 7 രൂപ പ്ലസ് GSTയും, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 15 രൂപ പ്ലസ് GSTയും ചാർജ് ഈടാക്കും. പിന്നെ RTGS NEFT ചാർജ് നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റമർ ഔട്ട്വേർഡ് ട്രാൻസാക്ഷൻ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെ പെർ ട്രാൻസാക്ഷൻ 20 രൂപ ഈടാക്കും. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 45 രൂപ പെർ ട്രാൻസാക്ഷൻ ഈടാക്കും. പിന്നെ ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻ സൗജന്യമാണ്. NEFT ട്രാൻസാക്ഷൻ അപ് ടു 10,000 രൂപ വരെ 2 രൂപ പെർ ട്രാൻസാക്ഷനും, 10,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ 4 രൂപ പെർ ട്രാൻസാക്ഷനും, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷം രൂപ വരെ 14 രൂപ പെർ ട്രാൻസാക്ഷൻ, 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള NEFT ട്രാൻസാക്ഷൻ 20 രൂപ പെർ ട്രാൻസാക്ഷനും ചാർജ് ഈടാക്കും. പിന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയുള്ള NEFT അതുപോലെ തന്നെ RTGS സൗജന്യമാണ്. IMPS ഈ പറഞ്ഞ രീതിയിൽ ചാർജ് ആപ്ലിക്കബിൾ ആണ്. സ്കാനിങ് ഇൻസ്ട്രക്ഷനൊക്കെ ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് പെർ റിട്ടേണിന് 200 രൂപ പ്ലസ് GST ഈടാക്കും. പിന്നെ ബാലൻസ് സർട്ടിഫിക്കറ്റ് ചാർജ് 100 രൂപയാണ്. ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് 100 രൂപ പെർ സർട്ടിഫിക്കറ്റിന് ഈടാക്കും. സോ ഇതൊക്കെയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഡിലേറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഫീച്ചേഴ്സും അതുപോലെ തന്നെ സർവീസ് ചാർജുകളും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിൽ യൂത്ത് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വേരിയൻ്റ് ആണ്. പിന്നീട് അത് 25 വയസ്സായപ്പോഴേക്കും ഡിലേറ്റ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ആയതാണ്. അപ്പോൾ 3000 രൂപ എൻ്റെ ബ്രാഞ്ച് ലൊക്കേഷൻ അനുസരിച്ച് മന്ത്ലി അവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം. പ്രധാനമായിട്ടും 2 ചാർജുകളാണ് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത്. ഒന്ന് ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ്. ഒരിട വരെ ഈ ഒരു ചാർജ് എടുക്കുന്നില്ലായിരുന്നു. അക്കൗണ്ട് വഴി അത്യാവശ്യം ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
ആയിരിക്കണം, ചാർജ് എടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് ഇയർ ആയിട്ട് ഈ ഡെബിറ്റ് കാർഡിൻ്റെ റിന്യൂവൽ ഫീസ് എടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ 413 രൂപയാണ് ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് വരുന്നത്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് അങ്ങനെ യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. വല്ലപ്പോഴും ബുക്ക് മൈ ഷോയിലൊക്കെ ഡെബിറ്റ് കാർഡിന് എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കും. അല്ലാതെ ATM വഴിയുള്ള ക്യാഷ് വിഡ്രോവലോ മറ്റു ട്രാൻസാക്ഷനോ കാര്യങ്ങളൊന്നും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാറില്ല. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഫെഡറൽ ബാങ്കിൽ വിർച്വൽ ഡെബിറ്റ് കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഓപ്റ്റ് ചെയ്യണം. ഈ ഒരു ഫിസിക്കൽ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് റിന്യൂവൽ ഫീസ് ഉപയോഗിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭ്യമാണ്. ലാസ്റ്റ് 12 മന്തിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷൻ നടത്തിയാൽ മതിയാകും. പക്ഷേ കൂടുതൽ ട്രാൻസാക്ഷനും ക്രെഡിറ്റ് കാർഡ് വഴി ആയതിനുള്ള അതൊന്നും റിമെമ്പർ ചെയ്യാറില്ല. പ്ലാൻ ചെയ്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേവ് ചെയ്തെടുക്കാം. പിന്നെ ഈടാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജ് SMS അലർട്ട് ചാർജാണ്. ക്വാർട്ടർലി ഒരു 18 രൂപ എൻ്റെ കയ്യിൽ നിന്നും അലർട്ട് ചാർജ് എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. അത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഈടാക്കുന്ന ചാർജ്. പിന്നെ IMBS ട്രാൻസാക്ഷൻ ചാർജബിൾ ആണ്. ഇപ്പോൾ സ്ലൈസ് പോലുള്ള മറ്റു ബാങ്കുകളിലേക്ക് IMBS ട്രാൻസാക്ഷനും സൗജന്യമാണ്. പക്ഷേ ഇവിടെ IMBS ട്രാൻസാക്ഷൻ ചാർജബിൾ ആണ്. സോ ഇങ്ങനെ പ്രധാനമായിട്ടും ഒരു 3 ചാർജുകളാണ് ഈ ഒരു ഡിലീറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് എൻ്റെ കയ്യിൽ നിന്നും എടുക്കുന്നത്. നിങ്ങളൊരു ഫെഡറൽ ബാങ്കിൻ്റെ ഡിലീറ്റ് അക്കൗണ്ട് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി